യെസ് മാഡം, യെസ് യെസ് യെസ്. നാളെ സെൻട്രൽ കമ്മിറ്റി ഇതൊക്കെ പറഞ്ഞ എനിക്ക് വരാൻ പാടാണ്. യെസ് യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. 16th ആണെങ്കിൽ ഓക്കെ, ഐ വിൽ കം ഡെഫിനറ്റ്ലി. ഓ ഡെഫിനറ്റ്ലി എങ്ങനെ ഒപ്പിച്ച് പറഞ്ഞു. താങ്ക് യു മാം. ഞാൻ മാമോ? ഞാൻ പ്രിയ ചേട്ടാ. പലരെ ഞാൻ ഡെയിലി കാണുന്നതല്ലേ. ഇത് നീയാണെന്ന കാര്യം നിന്റെ പേര് ഞാൻ മറന്നുപോയി. എന്റെ പേര് മറന്നുപോയെന്നോ? ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ ചേട്ടാ. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു അർജന്റ് കോളാണ്. ഹലോ, ദീപിക പോപ്കോൺ. ജയചന്ദ്രൻ ഫ്രം കേരള. യെസ് യെസ് യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങനെ പെണ്ണുങ്ങളെ തന്നെയാണല്ലോ ഈ വിളിക്കുന്നത്. ഇത് അനുവദനീയമല്ല, ഇത് ശരിയല്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഐ വിൽ കം ടുമോറോ. ജേട്ടാ, നിങ്ങൾ ഇത് ആരെയായി വിളിക്കുന്നേ? ഇത് പൊളിറ്റിക്സ് അല്ലേ ഡാർലിംഗ്? ഇത് കേരള പൊളിറ്റിക്സ് അല്ല, ഇന്ത്യൻ പൊളിറ്റിക്സ് ആണ്. എനിക്ക് പല കാര്യങ്ങളും ജേട്ടനോട് പറയാനുണ്ട്. നിനക്ക് ഞാൻ കോൾ ഷീറ്റ് തരാം, വെയിറ്റ് ചെയ്. ആ ബോറ ദീപക. അയ്യോ, എന്തെങ്കിലും ചേട്ടാ? അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം, നീ കണ്ടോ? ഹലോ ദീപക് സാർ. തോനന്റെ കാലുവാരിയല്ലടോ. സാർ എന്താ ഈ പറയുന്നത്? ഞാൻ ദീപക് സാറിന്റെ കാലുവാരുവോ? മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയല്ലേ സാറേ. പിന്നെ ഞാൻ വിളിച്ചിട്ട് വരാതെ താനെന്തിനാ അനന്തന്റെ കൂടെ നിൽക്കുന്നേ? അതെന്റെ ബുദ്ധി. ദീപക് സാറിന് വേണ്ടി. എനിക്ക് വേണ്ടിയോ? അതെ, സാറിന് വേണ്ടി തന്നെ. ഞാൻ സാറിനെ സ്ഥാനാർത്ഥിയാക്കിയ സാർ എനിക്ക് എന്ത് തരും? അല്ല, താൻ നേരാണോ ഈ പറയുന്നേ? പിന്നെ വെറുതെ നുണ പറഞ്ഞ കാര്യം എനിക്കെന്താ? അങ്ങനെ താൻ എനിക്കൊരു സീറ്റ് വാങ്ങി തന്നാ താൻ പറയുന്ന എമൗണ്ട് ഞാൻ തനിക്ക് തരും. ഷുവർ. എന്നാ സാർ വെയിറ്റ് ചെയ്യും, ഞാൻ സാറിന് വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ? അല്ല, എന്തൊക്കെയാ ചേട്ടനെ തള്ളുന്നേ? ആ ദീപകിനെ എങ്ങനെ സ്ഥാനാർത്ഥിയാക്കും? എടി ബുദ്ധൂസേ, മണ്ട ശിരോമണി, അതാണ് രാഷ്ട്രീയ തന്ത്രം. അതായത് ഞാൻ അനന്തന്റെ പിറകെ നടക്കുന്നത് ദീപക്കിന് വേണ്ടിയാണെന്ന് ദീപക്കിനോട് പറയുന്നു. വല്ല കാലക്കേടിന് അനന്ത ദീപക്കിനെ സ്ഥാനാർത്ഥിയാക്കുകയോ കുറഞ്ഞത് അനന്ത ദീപക്കിന് എന്തെങ്കിലും ഉപകാരം ചെയ്യുകയോ ചെയ്താൽ അത് ഞാൻ ചെയ്തതാണെന്ന് വരുത്തി തീർക്കും. കൈ നനയാതെ മീൻ പിടിക്കുക. പിന്നെ ഞാനും ഈ MLA-മാരും അനന്തമ്പിള്ളയുടെ കൂടെ പോയവരല്ല. സദാശിവൻ സാറേ, പൊളിറ്റിക്സ് ആണ് സബ്ജക്റ്റ് എങ്കിൽ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. എനിക്കതൊന്നും കേൾക്കാൻ യാതൊരു താല്പര്യവുമില്ല. പൊളിറ്റിക്സ് അല്ലാതെ നമുക്ക് എന്ത് സബ്ജക്റ്റാ സാറേ ഉള്ളത്? ചോരയും നീരും പറ്റിച്ച് മഹാദേവൻ സാറും നമ്മളെല്ലാരും കൂടി പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് ഒരു സുപ്രഭാതത്തിൽ ആ ദ്രോഹി തല്ലി തകർത്ത് കളഞ്ഞത്. ഇതങ്ങനെ വിടാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞത്. ഓർക്കുമ്പോ മനസ്സിലൊരു നീറ്റില്ല. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ഞാനിതൊരു വികാരത്തിലങ്ങ് പറഞ്ഞു പോയതാ. അതോടെ എനിക്കത്തെ. ഇപ്പൊ ഞങ്ങൾ വന്നത് ഋതുമോള് വിളിച്ചിട്ടാ. വർമ്മ സാറിന്റെ സാന്നിധ്യത്തില് എല്ലാവരോടുമായി ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഋതുമോള് പറഞ്ഞു. അതെന്താണെന്ന് ഋതുമോള് തന്നെ പറയും. മോള് പറഞ്ഞു. അച്ഛാ, ഞാൻ കാണിക്കുന്നത് ധിക്കാരാണെന്ന് അച്ഛൻ തെറ്റിദ്ധരിക്കരുത്. എനിക്കൊരു കാര്യം എല്ലാവരുമായിട്ട് സംസാരിക്കണമായിരുന്നു. മോള് കാര്യം പറയല്ലേ വർമ്മ സാറേ, നമുക്ക് എല്ലാവർക്കും ഒന്ന് കേട്ടുകളയാം. എന്തായാലും ഒരു സാധാരണ പെൺകുട്ടി അല്ലല്ലോ വർത്തിക്കാൻ മോള്. വർമ്മ സാറിന്റെ മോളല്ലേ? ഇവളിത് എന്തിനുള്ള പുറപ്പാടാണ്?
ഏട്ടൻ വഴക്കൊന്നും പറയില്ല മോളെ. മോക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ ധൈര്യമായിട്ട് പറഞ്ഞോ. എനിക്ക് എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് പുതിയൊരാശയമാണ്. ഒരു പുതിയ രാഷ്ട്രീയ ബോധത്തിൽ നിന്നും ഉണ്ടായതാ നൂതനമായ ഈ ആശയം. അനന്തപിള്ളയെ പോലെ കുറെ ഫ്യൂഡലിസ്റ്റ് ചിന്താഗതിക്കാരിൽ നിന്നും ഈ നാടിനെ നമുക്ക് മോചിപ്പിക്കണം. പൊതുജനങ്ങളോട് യാതൊരു സ്നേഹവും ഉത്തരവാദിത്വവും കമ്മിറ്റ്മെന്റും ഇല്ലാത്ത നേതാക്കള് ഇന്നത്തെ രാഷ്ട്രീയത്തിലുള്ളത്. ഞാൻ എന്റെ അച്ഛനിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ തന്നെയാ. ഈ കാണിക്കുന്നൊക്കെ എന്ത് ധിക്കാരോ? ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ ചെയ്തതെന്ന്? ആ കുട്ടി നല്ലതിനു വേണ്ടി ചെയ്തതാ. അതിപ്പോ അതിനാപത്തായി. നല്ല കാര്യമാണെന്നേ പ്രതാപന് കൂടി തോന്നണ്ടേ? അംബികയുടെ അധികാരമോഹമാണ് പാർട്ടിയെയും പ്രതാപനെയും ഈ നിലയിലെത്തിച്ചത്. അതിന് ഞാനെന്ത് ചെയ്തു? വർമ്മ സാറിന് ഇമേജ് തകർത്തത് നിങ്ങളല്ലേ? അദ്ദേഹത്തെ കള്ളൻ, അഴിമതിക്കാരൻ എന്നീ പേരുകൾ ചാർത്തി കൊടുത്തതേ നിങ്ങൾ ഒറ്റ എഴുത്തിയാ. സദാശിവൻ സാറേ, ചരിത്രം മുഴുവൻ അറിയാവുന്ന ആളാ ഞാൻ. എന്നോട് തർക്കിക്കാൻ വരല്ലേ? എന്താടി ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്നത്? നിനക്കൊന്നും പറയാനില്ലേ? നിന്റെ വായിലെന്തേ നാക്കില്ലേ? അയാള് വലിയ നേതാവ് ജമനത. അതിനുള്ള കൂലി ഇപ്പൊ കിട്ടും.